അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ബണ്ണ് നിറച്ചത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതേസമയം അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ബണ്ണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളൊരു പണ്ടം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവും. ഇതിൽ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കുക, പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമ്മളെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ അത് കുക്കായി കിട്ടും. ഇനി നല്ല മൂത്ത ചിക്കനൊക്കെ ആണെങ്കിൽ ഒന്ന് കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മളെ ചിക്കൻ പീസസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 2 ഉള്ളി നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് നല്ല വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുപ്പിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് താളി കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ സമൂസക്കൊക്കെ പണ്ടുണ്ടാക്കുന്ന പോലെ ഉള്ളി അങ്ങനെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് താളിച്ചെടുത്താൽ മതി, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചിക്കൻ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ ബണ്ണ് നിറച്ചെടുക്കുമ്പോൾ ചിക്കൻ ചേർക്കാതാണ് ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചിക്കൻ ചേർക്കാതെ ഈ ഉള്ളി പണ്ടം മാത്രം വെച്ചിട്ട് മുട്ട ചേർത്തിട്ട് നമുക്ക് ബണ്ണ് നിറച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അത് മുഴുവൻ ചേർത്തിട്ടില്ല, കുറച്ച് ചിക്കൻ ഇവിടെ ബാക്കി വെക്കുകയാണ്. ആദ്യം നമുക്ക് എഗ്ഗ് വെച്ചിട്ടുള്ള ബണ്ണ് നിറച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് ചിക്കൻ അധികം ചേർത്തിട്ടുള്ള പണ്ടം വെച്ചിട്ടുള്ളൊരു ബണ്ണ് നിറച്ചെടുക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബണ്ണ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വലിയ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ ബണ്ണ് അവൈലബിൾ ആണ്, അതിൽ വേണമെങ്കിലും നിറച്ചെടുക്കാം. പക്ഷേ വലിയ ബണ്ണിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബണ്ണിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പണ്ടവും പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അടിഭാഗം ഇതുപോലെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് അടർത്തിയെടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണുള്ളത്, അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ ഉള്ളിലും നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചുരണ്ടിയെടുക്കാം. കുറച്ച് മാത്രം എടുത്താൽ മതി. ഇപ്പോഴൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ബണ്ണാണ് കിട്ടുന്നത്. കുറേ എടുത്തിട്ട് ബണ്ണിൻ്റെ തൊലി മാത്രം ആക്കി എടുക്കരുത്, പിന്നെ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ബണ്ണുകളൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ 2 മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ബണ്ണ് ഒട്ടിച്ചെടുക്കാൻ എടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാനും എടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പണ്ടം നിറച്ച് കൊടുക്കാം. ബണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടൻ്റെ പകുതിയും കൂടെ ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ മുട്ടൻ്റെ മേലെയും കുറച്ച് പണ്ടം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബണ്ണ് പൊടിച്ചതിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല, അല്ലാതെ തന്നെ അതങ്ങനെ അമർന്ന് നിന്നോളൂ. പക്ഷെ നമ്മൾ ആ പൊടിച്ചെടുത്തത് പിന്നെ വേസ്റ്റാക്കി കളയണ്ടല്ലോ.
അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബണ്ണും കൂടെ ഇതുപോലെ അങ്ങോട്ട് നിറച്ചെടുക്കാം. ഇനി ഇത് ബാക്കിയുള്ള ഫില്ലിങ്ങിലേക്ക് ഞാനിത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഞാനൊരു 3 ബണ്ണ് ഇതുപോലെ തന്നെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടില്ല. ഇനി ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബണ്ണിന് ചെറുതായിട്ടൊരു സ്വീറ്റ് കോട്ടിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ മധുരം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം. നിങ്ങളിതിൽ മധുരം ചേർത്തിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് ചെറിയൊരു മധുരത്തിൻ്റെ കോട്ടിങ് വരുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ്. നമ്മൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബണ്ണും മുട്ടൻ്റെ മിക്സിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ്റെ പണ്ടം മാത്രം വെച്ചിട്ടുള്ള ബണ്ണൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ ബണ്ണിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മുട്ടയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ ബണ്ണ് നിറച്ചത് റെഡി ആയിട്ടുണ്ട്. 4 എഗ്ഗ് വെച്ചിട്ടുള്ള ബണ്ണും പിന്നെ 3 ചിക്കൻ പണ്ടം വെച്ചിട്ടുള്ള ബണ്ണുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.